ഹായ് നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷെയ്ക്കാണ്. ഈന്തപ്പഴം, നേന്ത്രപ്പഴം, പാലും വെച്ച് ഒരു ഷെയ്ക്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ നേന്ത്രപ്പഴം 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഏകദേശം ഒരു 4 ഗ്ലാസ് വലിയ ഗ്ലാസ്സോളം കിട്ടും. ഇത് പുഴുങ്ങാതെയും പുഴുങ്ങിയും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പുഴുങ്ങിയതാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ്. ഞാൻ പുഴുങ്ങിയതാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ചെറുതായി കട്ട് ചെയ്യാം. അപ്പം നേന്ത്രപ്പഴം പുഴുങ്ങി വെച്ചത് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 15ഓളം ഈന്തപ്പഴം ഉണ്ട്. ഈന്തപ്പഴം ഇവിടെ ഗൾഫിൽ നമ്മൾ ഖജൂർ എന്ന് പറയും. അതിനെപ്പറ്റിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഷാർജ മാർക്കറ്റിലാണ്. അപ്പോൾ ഈന്തപ്പഴത്തെ പറ്റി കൂടുതൽ നിങ്ങൾ അറിയണമെങ്കിൽ ആ ഷാർജ വീഡിയോ ഒന്ന് കാണണം. ഇവിടെ പല പേരിൽ അറിയപ്പെടും, പല ക്വാളിറ്റിയിലുണ്ട്. അങ്ങനെ പല വിവിധ ടേസ്റ്റാണ് അതിനുള്ളത്. കോസ്റ്റായ ഈന്തപ്പഴം വരെ ഇവിടെ ഉണ്ട്. ഇവിടെ ഇതിനെ ഖജൂർ എന്ന് പറയും അറബിക്കിൽ. അപ്പോൾ നമുക്ക് അടുത്തത് കുരുവിളഞ്ഞ ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ പാലിപ്പോൾ ഒഴിക്കരുത്. കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ അരയാൻ ബുദ്ധിമുട്ടാവും. ഖജൂർ അല്ലെങ്കിൽ ഈന്തപ്പഴം അത് നമുക്ക് നന്നായി അരച്ച് കിട്ടില്ല. അതുകൊണ്ട് 1/2 ഗ്ലാസ് മതി. അപ്പോൾ നമുക്ക് മിക്സി ഒന്ന് ഓണാക്കി കൊടുക്കാം. അടുത്തത് നമുക്ക് ഇതിലേക്ക് തണുത്ത പാല് ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐസ് ക്യൂബും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല തണുത്ത് ഇരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് നേന്ത്രപ്പഴവും ഈന്തപ്പഴവും പാലെല്ലാം ചേർത്തൊരു ഷെയ്ക്കാണ്. അപ്പോൾ ഇതിന് ഒന്ന് കുടിച്ചു നോക്കട്ടെ, ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. കൊള്ളാം, അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.